നമസ്കാരം. ചുമട്ടുതൊഴിലാളി മേഖലയെ ചൂഷണത്തിൽ നിന്നും മുക്തമാക്കുക, ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, ESI നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC നേതൃത്വത്തിലുള്ള ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബേസിൽ ജോയി ഉദ്ഘാടനം ചെയ്തു. രാജ്യം നൂറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി ഇവിടെ സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ തലത്തിലും ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്തത്. 35 ലക്ഷം വരുന്ന ജനതയെ ഒരു നേരം ആഹാരത്തിന് പോലും വകയില്ലാതെ വളരെയധികം ദുഷ്കരമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഈ ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്തത്. അതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 48ഓളം തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കിയുണ്ടായി. ഈ തൊഴിൽ നിയമങ്ങളെല്ലാം തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന നിയമങ്ങളായിരുന്നു. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയും മുൻനിർത്തി പാസ്സാക്കിയ പല നിയമങ്ങളും ഇന്നെല്ലാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഈ 37 നിയമങ്ങൾ ഒന്നിച്ചു ചേർത്ത് 4 ലേബർ കോഡുകളായി മാറ്റിയിരിക്കുന്നു. ഈ ലേബർ കോഡുകൾ എല്ലാം കോർപ്പറേറ്റുകൾക്ക് ഓശാന പാടുന്ന നിലപാടുമായിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റീജിയണൽ വൈസ് പ്രസിഡന്റ് KC മാത്യൂസ് അധ്യക്ഷനായി. മുൻ നഗരസഭാ ചെയർമാൻ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. KA ജേക്കബ്, സിന്ധു ബാലകൃഷ്ണൻ, ജിജി സാജു, KV ആന്റണി, CD മുഹമ്മദ്, ചന്ദ്രലേഖ ശശിധരൻ, ബേസിൽ തണ്ണിക്കോട്ട്, KM സലീം, കാസിം തങ്കളം, ഇലിയാസ് ഇരുമലപ്പടി, അലി പടിഞ്ഞാറേച്ചാലി, PV മൈദീൻ, CK ജോർജ്, ജെയിംസ് കോർബേൽ, ശശി കുഞ്ഞുമോൻ, സുരേഷ് ആലപ്പാട്ട്, ജിജോ കവളങ്ങാട്, പ്രഹ്ലാദൻ കുട്ടമ്പുഴ, നവാസ് ഇരുമലപ്പടി എന്നിവർ പ്രസംഗിച്ചു. M4 മലയാളം, കോതമംഗലം.